നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ ഓർത്തുവെക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ് ഫോട്ടോഗ്രാഫുകൾ. ഒരു പഴയ ആൽബം തുറക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ കാലത്തിലേക്ക് യാത്ര പോകും. ചിത്രങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും മുൻ തലമുറയെപ്പറ്റിയും അവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ പോക്കറ്റിലുള്ള സ്മാർട്ട് ഫോണുകൾ കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ എടുക്കുന്ന ഈ കാലത്ത് ഫോട്ടോഗ്രാഫിയുടെ തുടക്കം എത്ര കഠിനമായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കേരളത്തിലെടുത്ത ആദ്യത്തെ ഫോട്ടോയുടെ കഥ വളരെ രസകരമാണ്. 1865 തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാളും ഭാര്യ കല്യാണിക്കുട്ടിയമ്മയും ഒന്നിച്ചുള്ള ആ ചിത്രമെടുക്കുവാൻ ഫോട്ടോഗ്രാഫർക്ക് രാജാവ് നൽകിയ പ്രതിഫലം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 2001 സ്വർണ്ണ നാണയങ്ങൾ, കൂടാതെ 500 കിൻഡൽ കുരുമുളക്, 100 കിൻഡൽ ഏലം, 100 കിൻഡൽ ഉണക്ക ഇഞ്ചി. ഒരു ഫോട്ടോയുടെ മൂല്യം അക്കാലത്ത് എത്ര വലുതായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത് വെറും ഒരു ചിത്രമായിരുന്നില്ല, അതൊരു ചരിത്രപരമായ അടയാളപ്പെടുത്തലായിരുന്നു. പിന്നീട് വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടമാണ്. അന്ന് ഫോട്ടോ എടുക്കുക എന്നത് അതീവ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. വലിയ ക്യാമറകൾ, ഫ്ലാഷ് ബോർഡുകൾ, മണിക്കൂറുകളോളം അനങ്ങാതെ നിൽക്കേണ്ടി വരുന്ന ആളുകൾ. ഫോട്ടോഗ്രാഫർ ഒരു ചിത്രകാരനെ പോലെ തന്നെയായിരുന്നു. ലൈറ്റിംഗ് ക്രമീകരിക്കുവാനും എക്സ്പോഷർ സെറ്റ് ചെയ്യുവാനും വലിയ സാങ്കേതിക അറിവ് ആവശ്യമായിരുന്നു. ഇന്നത്തെ പോലെ എടുത്ത ഫോട്ടോ അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരുന്നില്ല. ഫിലിം ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഫോട്ടോ നന്നായിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയൂ. തുടർന്ന് വന്നത് ഫിലിം റോൾ കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലെ കല്യാണങ്ങൾക്ക് വരുന്ന ഫോട്ടോഗ്രാഫറെ ഓർമ്മയില്ലേ? ആ ക്യാമറയും തൂക്കി നടക്കുന്ന അദ്ദേഹത്തെ 2-3 റോൾ ഫിലിം മാത്രം ഉപയോഗിച്ച് ഒരു കല്യാണം മുഴുവൻ ഒപ്പിയെടുത്തിരുന്ന ഒരു കാലം. മാനുവൽ ലെൻസുകൾ, മാനുവലായി ഫിലിം ലോഡിംഗ്, ഫോട്ടോ എടുക്കുമ്പോൾ ഫിലിം തീർന്നാൽ പെട്ടെന്ന് പുതിയ റോൾ മാറ്റുന്നത്, ഇതൊക്കെ ഒരു മാന്ത്രിക വിദ്യ പോലെ നമ്മൾ നോക്കി കണ്ടിട്ടുമുണ്ട്. ഫിലിം റോളുകൾ മാറ്റുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന കടലാസ് പെട്ടികൾ കുട്ടികൾ ചാടിപ്പിടിക്കുകയും അതുകൊണ്ട് ഓടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഓർത്തെടുത്താൽ വളരെ രസകരമായിരിക്കും. ഫോട്ടോഗ്രാഫർക്ക് കൃത്യമായ അറിവും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ചുരുങ്ങിയ ചിത്രങ്ങൾ മികച്ച ഫ്രെയിമുകളിൽ ലഭിക്കുമായിരുന്നുള്ളൂ. അതൊരു കലയായിരുന്നു, നല്ല ഫോട്ടോഗ്രാഫിയുടെ നല്ല കാലവുമായിരുന്നു. ഇന്ന് കാലം മാറി, ഡിജിറ്റൽ ക്യാമറകൾ വന്നു. ഫിലിം റോളുകൾക്ക് പകരം മെമ്മറി കാർഡുകൾ സ്ഥാനം പിടിച്ചു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ കളറുകളിലേക്ക് മാറ്റുന്നതും പഴയ ഫോട്ടോകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതും വലിയൊരു ജോലിയായി മാറി. ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ പഠിച്ചവർക്ക് ആ കാലത്ത് വലിയ ഡിമാൻഡും ഉണ്ടായിരുന്നു. കേടുപാടുകൾ സംഭവിച്ച ചിത്രങ്ങൾ പുതുക്കി പണിയുന്നത് ഒരു കലയായി തന്നെ നിലനിന്നിരുന്നു. തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരികയും പഴയകാല ഫോട്ടോഗ്രാഫർമാർ പുതിയ സാങ്കേതികവിദ്യ പഠിക്കുവാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലാണ്. ക്യാമറ തന്നെ മനുഷ്യബുദ്ധിക്ക് അപ്പുറം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാലം. ചിത്രങ്ങൾ നെയ്തെടുക്കുവാൻ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് കൃത്യമായ വാക്കുകൾ പ്രോംപ്റ്റ് നൽകിയാൽ മാത്രം മതി. ഒരു ഫോട്ടോ എടുക്കാൻ പോലും കലാബോധം ആവശ്യമില്ലാത്ത അവസ്ഥ. ക്യാമറമാൻ എന്നത് വെറുമൊരു തസ്തിക മാത്രമായി ഒതുങ്ങുന്നു. ഫോട്ടോഗ്രാഫർ, ഡിസൈനർ തുടങ്ങിയ പല ജോലികളും ഇന്ന് ഒറ്റ കസേരയിലേക്ക് അല്ലെങ്കിൽ ഒറ്റ സ്മാർട്ട് ഫോണിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. ടെക്നോളജി വികസിക്കുമ്പോൾ പഴയ പല തൊഴിൽ മേഖലകളും അപ്രത്യക്ഷമാവുകയാണ്. 1865 രാജാവ് 2001 സ്വർണ്ണ നാണയങ്ങൾ നൽകിയ ആ ഫോട്ടോയിൽ നിന്ന് ഇന്ന് വിരൽത്തുമ്പിൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന AI വരെ എത്തിയ ഈ യാത്ര അതിശയകരമാണ്. സാങ്കേതിക വിദ്യ മാറിയാലും ചിത്രങ്ങൾ നൽകുന്ന ഓർമ്മകളും അവയുടെ മൂല്യവും ഒരിക്കലും മാറില്ല. കേരളത്തിന്റെ ഈ ഫോട്ടോഗ്രാഫിക് ചരിത്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര ദൂരമാണ് സഞ്ചരിച്ചതെന്ന് മനസ്സിലാക്കാം. ഏവർക്കും നന്ദി.